ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന പാലമാണ്. സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഇപ്പോൾ ഒരു വർഷം മേലായി. MLA തിരിഞ്ഞു നോക്കുന്നില്ല. ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ അത് വാങ്ങി ഇതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കാൻ MLAക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പഞ്ചായത്ത് ബോർഡ് വെച്ചിരിക്കുകയാണ്, യാത്ര പാടില്ല എന്ന് പറഞ്ഞു. കടത്തുവള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അടുത്ത് കിടക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ഈ വയസ്സായവരാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ സ്കൂൾ പിള്ളേർ 10-15 പേര് 8-9 പിള്ളേരുണ്ട്, ഡെയിലി പോയി വരുന്ന പിള്ളേരുണ്ട്. പിന്നെ ഫിഷറീസ് ഹോസ്പിറ്റലുണ്ട്, മീൻ കച്ചവടക്കാരുണ്ട്. ഏകദേശം 100 പേരിൽ കൂടുതൽ ഒരു ദിവസം. ഇനി വരുന്ന MLA ആരാണെങ്കിലും അത് ചെയ്തു തരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. 2006-2011 കാലത്തെ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സുനാമി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച തൂക്കുപാലമാണിത്. ഇത് ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ പടിഞ്ഞാറക്കരയിലുള്ള ആളുകൾക്കെല്ലാം ഹരിപ്പാട്ടേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു യാത്രാമാർഗമായിരുന്നു. പക്ഷേ ഇത് കാലപ്പഴക്കം കൊണ്ട് തുരുമ്പടിച്ച് നശിച്ചു. ഇപ്പോൾ അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. പഞ്ചായത്ത് ഇതിനകത്ത് കഴിഞ്ഞ് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഇത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ 2 കോടി രൂപയാണ് അനുവദിപ്പിച്ചത്. പക്ഷേ അത് നടപ്പിലാക്കാൻ ഈ മണ്ഡലത്തിൽ നേതൃത്വം കൊടുക്കുന്ന MLAക്ക് കഴിയുന്നില്ല എന്നതാണ്. 2010 ആണ് ഇത് നിർമ്മാണം തുടങ്ങുന്നത്. അപ്പം ഈ മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന ജനപ്രതിനിധി എന്ന തരത്തിൽ രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾക്കൊന്നും ഒരു മുൻകൈയും എടുക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ 100 കണക്കിന് മനുഷ്യരാണ് ഈ പടിഞ്ഞാറക്കരയിൽ നിന്ന് കിഴക്കേക്കരയിലേക്കും കിഴക്കേക്കരയിൽ നിന്ന് പടിഞ്ഞാറക്കരയിലേക്കും വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായൊരു പ്രദേശമാണ് KV ജെട്ടി എന്ന് പറയുന്നത്. മഹാകവി കുമാരനാശാൻ സ്മാരക ജലോത്സവം നടക്കുന്ന അതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു വികസനം മുരടിച്ചതിൻ്റെ നേർസാക്ഷ്യപത്രമായിട്ട് ഇങ്ങനെ ഒരു പാലം തുരുമ്പടിച്ച് അപകട അവസ്ഥയിൽ ഉപയോഗിക്കരുതെന്ന പഞ്ചായത്തിൻ്റെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് ഇങ്ങനെ കിടക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധി MLA അതിനൊന്നും യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ തൂക്കുപാലം. സർക്കാരിൻ്റെ നടക്കാത്ത പദ്ധതികളുടെ എല്ലാ ഉത്തരവാദിത്വം സർക്കാരിനും നടന്ന പദ്ധതികളുടെ എല്ലാം മേന്മ തനിക്കുമെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്.